ചേട്ടാ, സുധാകരന്റെ വീട്ടിലാണ് ഒരുപാട് അതിഥികൾ വന്നു പോകുന്നു. എന്താണ് വിശേഷം? സാധാരണഗതിയിൽ ഇത്തരം അതിഥികളൊക്കെ വരുന്ന വലിയ പദവി കിട്ടുന്ന ആളുകൾക്ക് അല്ല അങ്ങനെ വരുമ്പോൾ അതിഥികളെല്ലാം വന്ന് അവരെ കണ്ട് അഭിവാദ്യം അർപ്പിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ജി സുധാകരനെ സംബന്ധിച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വലിയൊരു അവഗണന പാർട്ടിയിൽ നിന്ന് നേരിടുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്തരം അതിഥികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രല്ല നീണ്ട ഇപ്പത്തെ നിരയാണ്. ഒരു ട്രെൻഡാണ് പാളം മാറ്റി അപ്പുറത്തും ഇപ്പുറത്തും പുതിയ പുതിയ ഇതിലേക്ക് മാറുക എന്നുള്ളത്. അതെ അതെ, പക്ഷേ സുധാകരനെ പോലെ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഉം. പക്ഷേ ഇവർ എല്ലാവരും കൂടെ ഏറെ പ്രതീക്ഷയോടെ കൂടിയാണോ അങ്ങോട്ട് പോകുന്നതെന്ന് എനിക്ക് എന്താണ് ഇതിന്റെ സംശയമുണ്ട്. ഒരു ടെക്നിക്ക് ടെക്നിക്ക് എന്ന് പറയുന്നത് അതിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യം CPM-ൻ്റെ സംസ്ഥാനത്തെ നേതാക്കളിൽ നിന്ന് വളരെ മുതിർന്ന ഒരാളാണ്. അദ്ദേഹം സഭയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിരുന്ന ആളാണ്. കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. വളരെക്കാലം ഞങ്ങളെ പഠിക്കുന്ന സമയത്ത് ജി സുധാകരനായിരുന്നു സിൻഡിക്കേറ്റ് മെമ്പർ. എന്ന് മാത്രമല്ല അദ്ദേഹം ഈ പരീക്ഷ സംബന്ധമായ ചുമതലയൊക്കെ അദ്ദേഹത്തെയാണ് സിൻഡിക്കേറ്റിൽ. അപ്പോൾ ഒരിക്കലും പരീക്ഷ മാറ്റി വയ്ക്കില്ല എന്ന് സംഭവിച്ചാൽ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ കർശന നിലപാടുകാരനാണ്. ജില്ലാ കൗൺസിലർ ആരംഭിച്ച ആലപ്പുഴ ജില്ലാ കൗൺസിൽ ആദ്യത്തെ പ്രസിഡന്റ് ജി സുധാകരനായിരുന്നു. 2 തവണ മന്ത്രിയായിരുന്നു. MLA 1-2 തവണ കൂടെ 3 തവണ MLA 2 തവണ മന്ത്രിയായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ സുധാകരനെ സംബന്ധിച്ച് പറയുമ്പോൾ ജി സുധാകരൻ വളരെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം അഴിമതിക്കാരനോ കുഴപ്പക്കാരനോ ഈ കള്ളന്മാരെ സംരക്ഷിക്കുന്ന ആളോ ഒന്നുമല്ല. അല്ല. അദ്ദേഹത്തിന് ഏരിയ സമ്മേളനത്തിൽ വിളിച്ചില്ല. അതാണ് ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് സാധാരണഗതിയിൽ ക്ഷണിതാവാണ് ഏതെങ്കിലുമൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ. എല്ലാ തരത്തിലും ഏതെങ്കിലുമൊക്കെ ലോക്കൽ നേതാക്കന്മാർ വരെ സമ്മേളനങ്ങളിൽ സംസാരിക്കാൻ എത്തുന്ന സമയത്ത് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ സമ്മേളനത്തിന് ക്ഷണിച്ചില്ല. അപ്പോൾ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവൊന്നും പാർട്ടി തന്നിട്ടില്ല. അദ്ദേഹത്തിന് അസുഖമാണ് എന്നൊക്കെയുള്ള കണ്ടിട്ട് അതിനുവേണ്ടി മാരകമായ രോഗമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ പ്രായത്തിൻ്റെതായ അസുഖങ്ങൾ അതിന് കാണുമായിരിക്കാം. പക്ഷെ അതല്ലാതെ അദ്ദേഹം രോഗിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ നമ്മൾ സാധാരണഗതിയിൽ കാർക്കശ്യക്കാരായ CPM-കാരെ കണ്ടുള്ളത്. സുധാകരൻ കാർക്കശ്യം കുറവൊന്നുമില്ല, എന്നാലും കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു അല്ല, ഈ മനുഷ്യൻ. സുധാകരൻ്റെ കാർക്കശ്യത്തിന് ഒരു നല്ല ഗുണമുണ്ട്. ആ ജനങ്ങളെ ഭാഗത്തു നിന്നാണ് അദ്ദേഹം കാർക്കശ്യം കാണിക്കാറുള്ളത്. സാധാരണഗതിയിൽ ഇവർ പലപ്പോഴും CPM നേതാക്കൾ കാർക്കശ്യം കാണിക്കാറുള്ളത് അവരുടെ പാർട്ടിക്കാർ കാണിച്ച് തോന്നിയ അവസരങ്ങൾക്ക് കുട പിടിക്കുന്നില്ല ഈ കാർക്കശ്യം കാണിക്കാറുള്ളത്. പക്ഷേ ജി സുധാകരനെ സംബന്ധിച്ച് അതല്ല. എന്തെങ്കിലും ക്രമക്കേട് കണ്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ അദ്ദേഹം ഫയർ ചെയ്യും. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അദ്ദേഹം ചാടിച്ച് അത് കൃത്യമായിട്ട് ചെയ്യിക്കും. അത് സുധാകരൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ദേവസ്വം ഉണ്ടായിരുന്നു, PWD ഉണ്ടായിരുന്നു, സഹകരണ വകുപ്പ് കൈകാര്യം, അങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്ത ഒരാളാണ്. ഒരിക്കൽ പോലും അഴിമതിയുടെ ഒരു ആരോപണം സുധാകരനിൽ വന്നിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു നല്ല കവി കൂടിയാണ് അദ്ദേഹം ഒരു കവിത. ആദ്യം എനിക്കൊന്ന് KC വേണുഗോപാലാണ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ആലപ്പുഴ. അതിന് മുമ്പ് തന്നെ BJP-ക്കാർ പോയി എന്നാണ് ഇപ്പം B ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഇവരെല്ലാവരും ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേട്ടോ. നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ, ക്രിസ്റ്റൽ ക്ലിയർ വ്യക്തി, നല്ല മനുഷ്യനാണ്. ഞങ്ങൾ ഒരിക്കൽ വി ഡി സതീശൻ ഏറ്റവും പുതിയ പ്രസ്താവന വന്ന് ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. അതെനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ സന്ദീപ് വാര്യർ വന്നത് BJP-ക്ക് വലിയ അടിയും അത് കോൺഗ്രസിന് വലിയ നേട്ടവുമായി പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് കൃത്യമായ രീതിയിൽ പ്രതിഫലിക്കുന്നു. പിന്നീട് സന്ദീപ് വാര്യർ പോയ ഘട്ടത്തിൽ അടുത്ത ഘട്ടത്തിലേക്കാണ് ഏരിയ സമ്മേളനങ്ങൾ CPM-ന് വരുന്നത്. എല്ലായിടത്തും അടി. കുലശേഖരപുരത്ത്, കരുനാഗപ്പള്ളി, മംഗലപുരത്ത്, തിരുവല്ലയില്, കണ്ണൂര്, അവിടെ ഇവിടെ എല്ലാം ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അടിയാണ്. അത് പബ്ലിക്കായി. അത് സ്ത്രീകളൊക്കെ തെരുവിൽ ഇറങ്ങി നിന്നിട്ട് പെണ്ണുപിടിയനായ ലോക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. മാത്രമല്ല ഇത് പരിഹരിക്കാൻ സംസ്ഥാന സെക്രട്ടറി ഇറങ്ങി പുറപ്പെട്ടിട്ട് പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. മധു മുല്ലശ്ശേരി ഇപ്പോൾ പുതിയൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഞാൻ അയാൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്ന VS ജോയി പറഞ്ഞപ്പോൾ അച്ചടക്ക നടപടി എടുക്കുന്ന എന്തിനാണ്, ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അല്ല ഈ ഒരു അവസ്ഥയിൽ ഇത്തരം ഒരു സിറ്റുവേഷനിലാണ് ജി സുധാകരനെ പോലുള്ള ആളുകളുടെ വില നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജി സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം നല്ല കറക്റ്റ് പാർട്ടിക്കാരൻ തന്നെയായിരുന്നു. എല്ലാ കാര്യത്തിലും പാർട്ടിയുടെ ചിട്ട അനുസരിച്ച് തന്നെ പോകുന്ന ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അദ്ദേഹം ഈ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ആളാണ്, മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്ന ആളുമാണ്. ജി സുധാകരൻ മുഖത്ത് കൊണ്ടുള്ള കാര്യം വിളിച്ചു പറയും. മാത്രമല്ല ഓർമ്മയുണ്ടായി അദ്ദേഹം രാമായണം വായിച്ചത് അന്ന് വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു. ഈ രാമായണം എന്ന് പറഞ്ഞാൽ അതൊരു സാഹിത്യകൃതിയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്. അതിനെ ഹിന്ദു ഫണ്ടമെൻ്റലിസ്റ്റായി ചിത്രീകരിക്കാൻ പോലും പല ആളും ശ്രമിച്ചിരുന്നു അതിനെയൊക്കെ. പക്ഷെ ഒന്നുമില്ല, രാമായണം എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു സാഹിത്യകൃതിയാണ്, മഹാഭാരതമൊക്കെ തന്നെ. അതിനൊക്കെ നമ്മൾ അത്തരത്തിലുള്ള ഒരു നിറം കൊടുത്ത് മാറ്റുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് അവർ കൃത്യമായിട്ടും രാമായണം വായിക്കുമായിരുന്നു. അപ്പോൾ അത് കേട്ട് അപ്പം ഞാനും രാമായണം വായിക്കുന്നു. നല്ലതല്ലേ, ഏതെങ്കിലും നല്ല കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതിന് പകരം അവിടെയൊക്കെ തന്നെ സുധാകരൻ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചു. മാത്രമല്ലെന്നേ ജി സുധാകരനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പം ജി സുധാകരൻ എത്ര മുതിർന്ന നേതാവാണെന്ന് അറിയാമോ? അങ്ങനത്തെ ഒരാളിനെ ഇവർ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അതൊക്കെ എത്രയോ ജൂനിയറായ തോമസ് ഐസക്കും ഒക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വന്നപ്പോഴും സുധാകരൻ സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമേ തുടരുകയായിരുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് ഇല്ല, അതിനേക്കാൾ ജൂനിയറായ പോലും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി. ജി സുധാകരൻ ആ വഴിക്ക് അവരെടുത്തിട്ടില്ല.
എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഇത് തന്നെയാണ് കാര്യം. സുധാകരനെ സംബന്ധിച്ച് ഗൗരിയമ്മ കാര്യത്തിൽ സംഭവിച്ചതിൻ്റെ വേറെ പതിപ്പാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ പാർട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ അദ്ദേഹം ചെയ്യില്ല. മാത്രമല്ല അദ്ദേഹം ഈ പാളയം മാറ്റി ചവിട്ടാൻ പോകണോ മറ്റു പാർട്ടിയിലേക്ക് പോകുമെന്ന് ചോദിച്ചപ്പോൾ ജി സുധാകരൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പോവില്ല, മാത്രമല്ല ഞാൻ ഇപ്പോൾ അത്ര ലൈംലൈറ്റ് നിൽക്കുന്ന പോലുമില്ല, എന്നിട്ട് പോലും എന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവായി മറ്റുള്ളവർ കാണുന്നതുകൊണ്ടാണല്ലോ അത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ് പറഞ്ഞത്. കാരണം ഇപ്പോഴും എന്നിട്ട് ആളെല്ലാവരും അദ്ദേഹത്തെ പോയി കാണുന്നുണ്ട്, ഒരു പദവി ഇല്ലെങ്കിൽ പോലും എല്ലാവരും പോയി കാണുന്നുണ്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വമാണത്. ജി സുധാകരൻ CPM സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപക്ഷെ പണ്ടത്തെ CPM ആയിരുന്നുവെങ്കിൽ ജി സുധാകരൻ ഇവിടുത്തെ ഒരുപക്ഷെ മുഖ്യമന്ത്രി ആവാൻ യോഗ്യതയുള്ള ആളാണ്. അത്രയും എല്ലാ കാര്യത്തിലും അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, എല്ലാ ധാരണയുള്ള ആളാണ്, പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളതാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഭീകരമായ ലോക്കപ്പ് മർദ്ദനം അനുഭവിച്ച ആളാണ്. ഈ കോടിയേരിയും ജി സുധാകരനെല്ലാം കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ പോലീസ് അതിഭീകരമായി മർദ്ദിച്ചു എന്നാണ് അന്ന് ജി സുധാകരനെ പിന്നീട് യാതൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു. അന്ന് ഈ മർദ്ദനം ഭീകരമായി മാറിയപ്പോൾ അവിടെ നിൽക്കുകയായിരുന്ന ഒരു വയസ്സനായ പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഇടിക്ക SI CA എടുത്ത പറഞ്ഞു, പൊന്നു സാറേ ഇനി യവന്മാരെ തല്ലല്ലേ എന്ന്, യവന്മാർ ചത്തു എന്ന് പറഞ്ഞു. ചിലപ്പോൾ നാളെ ഒരു യവന്മാർക്ക് മന്ത്രിയാകാൻ പോലും സാധ്യതയുള്ളവന്മാരാണ്. CPM അടിസ്ഥാനപരമായി കേരളത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്സുകളാണ് ഇവരെല്ലാം, അടിത്തറകൾ നിർമ്മിച്ചു പോകുന്ന ആളുകളാണ് ഇവരൊക്കെ. അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ലഭിച്ചിട്ടിരുന്നെങ്കിൽ പോലും വേണ്ടുന്ന തരത്തിലൊരു സ്വീകാര്യത പല ഘട്ടങ്ങളിൽ ലഭിച്ചിരുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന് പ്രധാനമായും ഇതിനെ നയിക്കുന്ന തലത്തിലേക്ക്, അതായത് ഒരു നേതാവ് എന്നതിനേക്കാൾ ഉപരിയായി ഒരു നേതൃനിരയിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നില്ല. മനഃപൂർവ്വം അത് അദ്ദേഹത്തിന് ഇകഴ്ത്തി കാട്ടുകയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവാനുള്ള എല്ലാ യോഗ്യതയുള്ള ആളായിരുന്നു ജി സുധാകരൻ. അപ്പൊ അദ്ദേഹം ഇനിയൊരു ജി സുധാകരൻ ഒരു മടക്കവരവ് ഇല്ല, പ്രായപരിധി അവിടെ വിഷയമാക്കിയിട്ടുണ്ടല്ലോ. അതിനെതിരെ നേരത്തെ അന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രായപരിധി വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേ പ്രായപരിധി അംഗീകരിക്കണം. കുറച്ചൊരു പ്രായപരിധി ഇല്ല, കുറച്ച് ആൾക്ക് മാത്രം പ്രായപരിധി എന്നുള്ളതൊക്കെ തന്നെ അതൊരു ശരിയായ നടപടിയല്ലല്ലോ. ചിലപ്പോൾ ചില ആളുകളെ ഒഴിവാക്കാൻ വെക്കുന്ന ആണല്ലോ, അതെപ്പോഴും അങ്ങനെയാണ്. എല്ലാ കാര്യത്തിനും ഈ മാനദണ്ഡം പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് ആരെങ്കിലും വെട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് പലപ്പോഴും അതിന് മറ്റ് പല പാർട്ടികളിലും ഇത്തരം പരിപാടി BJP പ്രായപരിധി പോകണമെന്ന് തോന്നുന്നു സ്ഥാനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. പക്ഷേ കോൺഗ്രസിലൊന്നും അങ്ങനെയൊന്നും ഇല്ല. CPM പിണറായിയും ജി സുധാകരൻ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? അവർ തമ്മിൽ വളരെ നല്ല ബന്ധം തന്നെയായിരുന്നു. മന്ത്രിയായിരുന്നപ്പോൾ, കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ചില കാര്യങ്ങളിൽ ഈ മറ്റൊരു പിണറായിയാണ് ജി സുധാകരനും. അതിന് വിട്ടുവെച്ച് തയ്യാറായില്ലേ? അത് കാരണം പാർട്ടി ലൈനിലാണ് എല്ലാ കാര്യങ്ങളും ജി സുധാകരൻ ചെയ്യാറുള്ളത്. അതായത് പാർട്ടി ലൈനിൽ വിട്ടുള്ള കാര്യം പുള്ളി അംഗീകരിക്കില്ല. സ്വാഭാവികം മാത്രം. എനിക്ക് തോന്നുന്നു മന്ത്രിയായിരുന്നപ്പോഴൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത അദ്ദേഹത്തിന് സമ്മർദ്ദത്തിൻ്റെ മേൽ പാർട്ടിയിൽ നിന്നൊക്കെ വന്നു കാണുമായിരിക്കാം. കാരണം നല്ല കാശ് കിട്ടുന്ന വകുപ്പുകളായിരുന്നല്ലോ കൈകാര്യം ചെയ്തിരുന്നത്. സുധാകരൻ സമയത്ത് അദ്ദേഹം കാശ് വാങ്ങിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഒരു അതിനൊക്കെ എതിർത്തിരുന്നിരിക്കാൻ ചിലപ്പോൾ. അതുകൊണ്ടൊക്കെ ഈ അതിഥികൾ വരുന്നതിനകത്ത് ഒരു എല്ലായിടത്തും വരെയാണ്. ഇപ്പൊ ലീഗിൽ നിന്ന് നേതാക്കന്മാർ ചന്ദ്രികയുടെ ബന്ധപ്പെട്ട് അതിന്റെ പത്രത്തിന് ബന്ധപ്പെട്ട സാധനം, അതുപോലെ BJP-ക്കാർ വരുന്നു. ബി ഗോപാലകൃഷ്ണനും അവിടുത്തെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും കൂടെ വന്ന് കാണുന്നു. ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് ഇദ്ദേഹം വളരെ നല്ലൊരാളാണ്, ഞങ്ങളുടെ ചേരേണ്ടിരുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല തൊട്ടുപിറകെ VD സതീശൻ, KC വേണുഗോപാൽ വീട്ടിൽ വന്ന് സന്ദർശിക്കുന്നു. ഇതൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സ്വകാര്യ സന്ദർശനം, വ്യക്തിപരം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതിനകത്തൊരു പ്രമാദമായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കണ്ണൂർ രക്തസാക്ഷി ദിനാചരണമായിരുന്നല്ലോ. മാസ്റ്റർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ അപ്പം അന്ന് ജേഷൻ മാസ്റ്റർ. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. പല ആളുകളും ശോഭയെ വിളിക്കുന്നുണ്ട് BJP-ലേക്ക് ചേരാൻ. പ്രധാനപ്പെട്ട CPM ഒരു നേതാവിന്റെ മകൻ തന്നോട് മൊബൈൽ ഫോണിൽ സംസാരിച്ചിരുന്നു പാർട്ടിയിലേക്ക് വരാൻ. അത് മാത്രമല്ല EP ജയരാജൻ അന്ന് ശോഭാ സുരേന്ദ്രനെ കാണാൻ പോയിരുന്നല്ലോ. അവരൊരു ഹോട്ടൽ റൂമിൽ ഇരുന്ന് സംസാരിച്ച കാര്യങ്ങൾ വലിയ വിവാദമായിരുന്നു. അപ്പോൾ EP ജയരാജൻ ഇപ്പം BJP-ക്കെതിരെ സംസാരിക്കുന്നു. പിന്നെ അന്ന് കുളിച്ചൊരുങ്ങി വന്നത് എന്തിനായിരുന്നു എന്നൊരു ചോദ്യവും പുള്ളിക്കാർ ചോദിക്കുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പുകളും പാർട്ടികളും മാറുന്നത് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അല്ല, ഇത് പഴയ CPM അല്ല ഇപ്പോഴത്തെ CPM എന്ന് മനസ്സിലാക്കണം. പക്ഷേ സുധാകരനെ സംബന്ധിച്ച് ഉറപ്പാണ് അദ്ദേഹം പാർട്ടി വിട്ട് പോകുന്നെങ്കിൽ തോന്നില്ല. അദ്ദേഹം ചെന്ന് BJP ചേരുമെന്ന്, കോൺഗ്രസ് ചേരുമെന്ന് പ്രതീക്ഷിക്കാൻ ആത്മഹത്യാപരമാണ്. പിന്നെ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ ഈ ജി സുധാകരൻ എന്ന് പറയുന്നത് CPM-ലെ ശക്തനായ നേതാവാണ് എന്ന് പാർട്ടി നേതൃത്വത്തിന് ഇത്രയും നാളെ അറിഞ്ഞില്ലെങ്കിൽ ഇതെങ്കിലും കണ്ടവർ മനസ്സിലാക്കേണ്ടതാണ്. ഇത്തരം നേതാക്കളെ വെറും പ്രായപരിധിയുടെ പേര് പറഞ്ഞ് ഒഴിവാക്കി നിർത്തുന്ന, ഇഷ്ടമല്ലാത്ത വരെ വെട്ടുന്ന രീതിയിൽ മറ്റൊരു ഭാഗമാണിത്. ഇതൊരു സ്ഥിരം തന്ത്രമാണിത്, സ്ഥിരം ടാറ്റിക്സ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തായാലും ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം പോയില്ല എങ്കിൽ പോലും ഇത് പല രീതിയിൽ CPM-നെ പല അടിത്തറയിലുള്ള സാധാരണക്കാരായ അണികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം എങ്ങനെയാണ് ഇത്രയും മുതിർന്ന ഒരു നേതാവിനെ CPM വെട്ടുന്നത് എന്നൊരു സാധനം സ്വാഭാവികമായും അണികൾക്കിടയിൽ ചർച്ചയാകും.
മാത്രമല്ല എപ്പോഴും CPM-ന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അവരൊരു കേഡർ സിസ്റ്റമാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഇത്തവണത്തെ ഏരിയ സമ്മേളനങ്ങൾ വന്നതുകൊണ്ട് വെട്ട് വീണിരിക്കുന്നത്. ഈ ജനകീയ പക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാർക്കെല്ലാം ഇത്തരത്തിൽ പണിയെടുക്കുക എന്നുള്ള CPM-ന്റെ പണ്ട് പോലുള്ള രീതിയാണ്. ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമുക്ക് MV രാഘവൻ്റെ കാര്യം തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഗൗരിയമ്മ, VS അച്യുതാനന്ദൻ, സുധാകരൻ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, ഇവരാരും ജനവിരുദ്ധരല്ല. ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഇവർ മുന്നിലിറങ്ങി അഭിപ്രായം പറയുന്നവരാണ്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ പാർട്ടി ജനവിരുദ്ധമാവുമ്പോൾ പാർട്ടിക്കെതിരെ സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് ഒരു പ്രധാന ചോദ്യമാണ് ഇവിടെ. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോകേണ്ടത്. പാർട്ടി ജനാധിപത്യമൊന്നുമില്ല. ഇപ്പോൾ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ നമുക്കറിയാം, എല്ലാം പാനൽ അവതരിപ്പിക്കുന്നു, പാസ്സാക്കുന്നു. അതല്ലാതെ പണ്ട് ഇവരെപ്പോഴും പറയുമായിരുന്നു അങ്ങനെയല്ല, ഞങ്ങൾ അവിടെ ചർച്ച നടത്തി, ഉൾപ്പാർട്ടി ചർച്ച നടത്തി, പാർട്ടി സമ്മേളനങ്ങളിൽ തീരുമാനമൊക്കെ ആക്കിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെ അല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം തന്നെയാണ് ഇപ്പം എല്ലായിടത്തും നടക്കുന്ന ഈ കലാപങ്ങൾ, കരുനാഗപ്പള്ളി തുടങ്ങി എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ജീവസുധാരനെ കാണാൻ ഇത്രയും നേതാക്കൾ വരുന്നു എന്നതിൻ്റെ അർത്ഥം CPM-ലെ ജനകീയ നേതാക്കളെ മറ്റുള്ള എല്ലാ പാർട്ടിക്കാരും അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്ല അവരെല്ലാം കൂടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാനൊന്നും പോകാൻ സാധ്യതയില്ല. അങ്ങനെ ക്ഷണിച്ചാൽ അങ്ങനെ കേൾക്കുന്ന ഒരാളുമല്ല ജീവസുധാരനെ സംബന്ധിച്ച്. അദ്ദേഹം വളരെ അത്തരം കാര്യങ്ങൾ വളരെ കർശന നിലപാടുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ തന്നെ ജീവിക്കാനും ആഗ്രഹിക്കുന്നു. പാർട്ടിയോട് ഒന്ന് ഇടഞ്ഞു നിൽക്കുകയാണ്. കാര്യം അദ്ദേഹം വ്യക്തമാണ്, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനത്തിൽ, സംസ്ഥാന സമ്മേളനത്തിൽ വിളിച്ചില്ല. അപ്പം വ്യക്തമാണ് അദ്ദേഹത്തിന് ഒഴിവാക്കുന്നത്. ഈ ഇടഞ്ഞു നിൽക്കുന്ന ആ ഒരു പൊളിറ്റിക്കൽ അവസ്ഥയെ മുതലെടുക്കാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ നടത്തുന്നത്. എന്തായാലും മുതലെടുക്കാൻ നിട്ടുകൊടുത്തത് CPM ആണല്ലോ. അപ്പൊ അവ പിന്നെ മുതലെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തെ ആളുകൾ വരട്ടെ, കാണട്ടെ. മാത്രമല്ല സൗഹൃദപരമായ സന്ദർശനമാണെങ്കിൽ പാർട്ടികൾ തമ്മിൽ അങ്ങനെയാണ് വേണ്ടതും. അല്ല, അതാണ് വേണ്ടത്. പാർട്ടി മറ്റേ എതിർ പാർട്ടിക്കാരെ കാണാൻ പാടില്ല എന്ന് പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു CPM-ൽ. ഇപ്പോൾ അതൊക്കെ മാറി. ഒരാൾ പാർട്ടി വിരുദ്ധനാണോ, ഞാൻ എന്തിനു വീട്ടിൽ എന്നുള്ള ചോദ്യം വരും, അല്ലെങ്കിൽ പാർട്ടി അനുവദിക്കണം, ഇന്ന ആളെൻ്റെ വീട്ടിൽ വരുന്നുണ്ട്, ഞാൻ അത് കല്യാണത്തിന് വിളിക്കാനും ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എന്തായാലും ഇപ്പം സുധാകരന് നേരെ ഈ CPM നടത്തിയ ഈ അവഗണന, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒതുക്കാൻ നോക്കി ഈ ശ്രമങ്ങളുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ കൃത്യമായ പ്രതിഫലനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ നിരന്തരമായി എത്തിക്കൊണ്ടിരിക്കുന്ന ഈ അതിഥികൾ.